ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഇനി യൂട്യൂബ് ചാനൽ കൂടെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കും എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് പാൽക്കാല ദൈവത്തോട് എന്ത് സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ എന്നോട് പഠിപ്പിച്ചൊരു വചനമാണ് ഇന്ന് പാൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പാൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് പ്രയോജനമായി മാറുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ബൈബിൾ ഉള്ളവർക്ക് എടുക്കാം. എബ്രായർ എഴുതിയ ലേഖനം അതിൻ്റെ 8:12. എബ്രായർ 8:12 ഞാൻ വായിക്കാം. അതിങ്ങനെയാണ്: ഞാൻ അവരുടെ അകൃത്യത്തിനെക്കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാവങ്ങൾ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിൻ്റെ അരുളിപ്പാട്. കണ്ണടയ്ക്കാം. ദൈവമേ, ഈ വചനങ്ങളുടെ കരങ്ങളിൽ തരുന്നപ്പ, ഈ വചനത്തിൽ നിന്നപ്പ എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നു അത് ഈ ജനത്തോട് പറയുവാൻ പോകുന്നെന്നു അപ്പ എന്നോട് സംസാരിച്ച ദൈവം ഈ ജനത്തോടും സംസാരിക്കും. ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളെ അങ്ങ് തൊടുന്നതിനെ നന്ദി. അങ്ങിൽ ശരണപ്പെടുന്ന പ്രാർത്ഥനയുടെ സ്വർഗസ്നായ പിതാവേ, ആമേൻ. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം നിങ്ങളെല്ലാവരും വായിച്ചിട്ടുള്ളതായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുള്ള വചനമായിരിക്കും. എന്നാൽ എൻ്റെ ജീവിതത്തിൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സംശയമാണ് ദൈവം ഈ വചനത്തിൽ കൂടെ എനിക്ക് മറുപടിയായിട്ട് നൽകിയത്. കാരണം ഈ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവരുടെ പാവങ്ങൾ ഇനി ഓർക്കുകയുമില്ല. ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സംശയം. ഞാൻ മാനസാന്തരപ്പെട്ട് വന്നതിന് ശേഷം ഞാൻ പല കൺവെൻഷൻ പോകുമായിരുന്നു. കാരണം നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ അധികം കാണാൻ പറ്റില്ല. എന്നാൽ എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങൾ ഒരു 90, 95, 2000 കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ സഭകളിലും അന്ന് കൺവെൻഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സഭകളിലും ഒരുമിച്ചായിരുന്നില്ല അന്ന് കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്നത്. എല്ലാ സഭകളിലും ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരു മാസം ഈ സഭയിലാണെങ്കിൽ അടുത്ത മാസം വേറൊരു സഭയിൽ, അങ്ങനെ ഓരോ മാസങ്ങളും ഓരോ സഭകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് ആയിരുന്നു അന്ന് കൺവെൻഷനും പൊതുയോഗങ്ങളും സഭായോഗങ്ങളും ഒരുപാട് കാര്യങ്ങൾ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആരാധനയിൽ പങ്കെടുക്കണമെന്നും എല്ലാവരും സുവിശേഷം കേൾക്കണമെന്നും അന്നത്തെ ദേവദാസന്മാരും അന്നിലുള്ള സഭയിലുള്ള മൂപ്പന്മാരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ കാലഘട്ടം മാറി. ഇന്ന് എല്ലാ സഭകളിലും എങ്ങനെയെങ്കിലും ആൾക്കാരെ കൂട്ടിയാൽ മതി എന്നുള്ള ചിന്താഗതിയിലോട്ട് മാറിയിട്ടുണ്ട്. ഞാനത് അവിടെ നിർത്തുകയാണ്. ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അന്ന് എല്ലാ സുവിശേഷങ്ങളിലും പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇതായിരുന്നു: ദൈവത്തിൻ്റെ വരവിനെക്കുറിച്ച്, രണ്ടാം വരവിനെക്കുറിച്ച്, 1000 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനെക്കുറിച്ച്, രണ്ടാം വരവിന് ശേഷം ജീവിക്കുന്നതിനെക്കുറിച്ചും, കാഹളനാദത്തിനെക്കുറിച്ച്, അതുപോലെ തന്നെ നരകത്തിനെക്കുറിച്ച്, സ്വർഗത്തിനെക്കുറിച്ച്, ഇതുപോലത്തെ വെളിപ്പാടുകളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പഴയ കാലഘട്ടങ്ങളിൽ കൺവെൻഷനിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കാലഘട്ടങ്ങൾ മൊത്തം അനുഗ്രഹങ്ങളായി മാറിക്കഴിഞ്ഞു. കാരണം ജനം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിലും ആ തരത്തിലുള്ള മെസ്സേജ് ആയതുകൊണ്ട് ദേവദാസന്മാരും ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. എന്നാൽ ചിലർ ഇന്നും ആമേൻ ആരംഭത്തിലുള്ള സ്നേഹം, കാരണം വെളിപ്പാടിൽ പറഞ്ഞില്ല, ആരംഭത്തിൽ ഉള്ളത് വിട്ടുകളയാതെ ഇപ്പോഴും ചിലരുണ്ടെന്ന് പറയുന്നത് പോലെ ഇപ്പോഴും ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ദേവദാസന്മാർ ഇപ്പോഴുമുണ്ട്. ചിലവരുണ്ട്, ഞാൻ അവരെയല്ല, എന്നാലും ഇപ്പോഴും ഒരുപാട് ദേവദാസന്മാരുണ്ട്. കാരണം പറയുന്നുള്ളത് വയലിൽ ആമേൻ നല്ല ഫലത്തിനൂടെ കൂടെ കളയും വളർന്നു വന്നു. കാരണം അതങ്ങനെയാണ്, അങ്ങനെ വരും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് നല്ല ദേവദാസന്മാരുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിന് എഗെയിൻസ്റ്റായിട്ട് തനിക്ക് നന്മ മാത്രം കിട്ടുന്ന ഒരുപാട് ദേവദാസന്മാരുണ്ട്. ഓക്കെ, ഞാൻ ആരെയും വിധിക്കുവാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് വിധിക്കുവാനുള്ള അധികാരവുമില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാനും പാടില്ല. അത് ദൈവം നോക്കിക്കൊള്ളട്ടെ. കാരണം ചില കാര്യങ്ങൾ അത് നമുക്ക് പറയാൻ ഒരു അധികാരമില്ല. അത് ദൈവത്തിൻ്റെ ദൃഷ്ടി. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വചനത്തിലോട്ട് വരാം. ഈ വചനത്തിലൊരു വചനം പാവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പാവത്തിനെക്കുറിച്ച് ഇനി ഞാൻ ഓർക്കുകയില്ല. ഇത് ദൈവം വായിക്കുന്ന ഓരോ വ്യക്തിയോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത്, നിൻ്റെ പാവത്തിനെക്കുറിച്ച് ഞാൻ ഓർക്കുകയില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, പണ്ട് കാലഘട്ടത്തിൽ കൺവെൻഷൻ ഉണ്ടായിരുന്നു. അന്ന് കൺവെൻഷനിലൊക്കെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺവെൻഷൻ തീരാൻ പോകുന്ന സമയങ്ങളിൽ എല്ലാ ദേവദാസന്മാരും പറയും മാനസാന്തരത്തെക്കുറിച്ചായിരിക്കും അന്ന് കൺവെൻഷൻ മൊത്തം പ്രസംഗം. അന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ദിവസം പറയും, ഓക്കെ, ഇതുവരെ മാനസാന്തരപ്പെടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൈകൾ പൊക്കാമെന്ന് പറയും. അന്ന് കൈകൾ പൊക്കുന്ന കൂട്ടത്തിൽ ഞാനും കൈ പൊക്കാറുണ്ട്. അത് കഴിഞ്ഞ ശേഷം പറയും, ഓക്കെ, എല്ലാവരും കണ്ണുകളടയ്ക്കുക, ഈ കൈ പൊക്കിയവർ മാത്രം മുന്നോട്ട് വരാമെന്ന് പറയും. കാരണം അവർക്കൊരു നാണക്കേട് തോന്നാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മുന്നോട്ട് പോകും. അന്ന് ദേവദാസന്മാർ നമ്മുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറയും, ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള സഭകൾ ഏത് സഭയാണോ ആ സഭയിൽ നിങ്ങൾ പോവുക, ആത്മീയ കൂട്ടായ്മയിൽ പോയി പങ്കെടുക്കുക എന്നൊക്കെ അന്ന് പറയാറുണ്ട്. കാരണം ഇന്നത്തെ ആരാധനകളും കൂട്ടങ്ങളെല്ലാം സ്വന്തം സഭയെ കൂട്ടുവാൻ വേണ്ടി മാത്രമാണ് കൂടുതലും ചെയ്യാറുള്ളത്. എന്നാൽ ആ കാലഘട്ടത്തിലുള്ള മൂപ്പന്മാരായാലും സഭകളിലായിരുന്നാലും ജനത്തിനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തിച്ചാൽ മതി എന്നൊരു ചിന്താഗതിയായിരുന്നു. സഭയിൽ കൂട്ടണമെന്നതിനെക്കാട്ടിലും സ്വർഗത്തിലെത്തിക്കണമെന്നൊരു ചിന്താഗതിയുള്ള ആൾക്കാരായിരുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ഈ കൂട്ടത്തിൽ ഞാൻ പോകുമായിരുന്നു. ഞാൻ കൂട്ടത്തിൽ പോയിട്ട് ഞാനും കൈ പൊക്കുമായിരുന്നു. കാരണം ഞാൻ എന്തുകൊണ്ട് കൈ പൊക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഉറപ്പില്ലായിരുന്നു എൻ്റെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചോ ഇല്ലേ എന്ന്. കാരണം ഞാൻ മാനസാന്തരപ്പെട്ട വ്യക്തിയാണ്, ദൈവത്തിനെ കൂടുതൽ അറിഞ്ഞൊരു വ്യക്തിയാണ്.
കാരണം ഞാൻ ചെയ്യുന്ന ഓരോ ദിവസം ചെയ്യുന്ന പാവങ്ങൾ, കാരണം ചെറിയ ചെറിയ കള്ളങ്ങളും ചെറിയ 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 തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് ഒരു കുറ്റബോധം വരും. അയ്യോ ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ പാവിയാണ്. ഈ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഓരോ സമയങ്ങളിൽ ദേവദാസന്മാർ കൈപൊക്കാൻ പറയുമ്പോൾ ഞാൻ പോയി കൈപൊക്കും. അവിടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തിരിച്ച് വീട്ടിൽ വരും. 2-3 ദിവസം ഭയങ്കര സന്തോഷമായിരിക്കും. വീണ്ടും അടുത്തൊരു കൺവെൻഷൻ വരുന്നതിന് മുമ്പ് ആമേൻ ഓർമ്മ വരും, അയ്യോ ഞാൻ ആ തെറ്റ് ചെയ്തു, ഈ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവരുടെ മുമ്പിൽ പോയി കൈപൊക്കി മാനസാന്തരപ്പെട്ട് തിരിച്ചു വരും. ഈ ഒരു പ്രോസസ്സ് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഈ വചനം എന്ന് ഞാൻ വായിച്ചു അന്ന് മനസ്സിലാക്കി, ആമേൻ ഒരു വട്ടം ഏറ്റു പറഞ്ഞാൽ ആമേൻ ആ പാപത്തിനെ കുറിച്ച് ദൈവം ഓർക്കുന്നില്ല. ഞാൻ എപ്പോഴും പോയി നിൽക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? അയ്യോ ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത പാവം പ്രാർത്ഥനയിൽ നിൽക്കുന്ന സമയത്ത് ഓർമ്മ വരും. അപ്പോൾ ഞാൻ പാപി എന്നൊരു ചിന്ത വരും. പോയി ദേവദാസിന് മുമ്പിൽ നിന്ന് ആമേൻ ഞാൻ പാവി എന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞിട്ട് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. കാരണം നമ്മളെപ്പോഴും അങ്ങനെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എൻ്റെ ഈ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളൂ. കാരണം നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് പാപത്തിനെ കുറിച്ച് ഓർമ്മ വരില്ല, അല്ലേ? നമ്മൾ വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടുകാരോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ, നോർമലായിട്ട് ലോകപരമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പാപത്തിനെ കുറിച്ച് ഓർമ്മ വരില്ല. എന്നാൽ പാപത്തിനെ കുറിച്ച് ഓർമ്മ വരും. അതെപ്പോഴെന്ന് അറിയാമോ? സഭയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, അല്ലെങ്കിൽ വചനം കേൾക്കുമ്പോൾ, ഈ സമയങ്ങൾക്കാണ് നമുക്ക് പാപത്തിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യം, അയ്യോ ഞാൻ പാവി, ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 1 വർഷത്തിന് മുമ്പ് ഞാൻ ചെയ്ത പാവങ്ങൾ, ആ പാവങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. നീ അന്ന് അങ്ങനെ ചെയ്തില്ലേ, നീ അന്ന് അയാളോട് അങ്ങനെ ചെയ്തില്ലേ, അന്ന് ക്ഷമ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഒരു ചിന്ത കയറി വരും, അയ്യോ ദൈവം ആ പാപം ക്ഷമിച്ചോ, അയ്യോ ദൈവം എന്നോട് ക്ഷമിച്ചില്ലയോ. പക്ഷേ വചനം ഇങ്ങനെ പറയുന്നു, അവിടെ പാവങ്ങൾ ഞാൻ ഇനി ഓർക്കുകയില്ല. സഹോദര സഹോദരി, ആമേൻ നീ കഴിഞ്ഞ കാലങ്ങൾ ചെയ്ത പാവങ്ങൾ നീ ഏറ്റു പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാൽ ആമേൻ നിനക്കത് ഓർമ്മ വരുന്നത് നിൻ്റെ ഉള്ളിൽ ഒരു ആത്മാവിനെ തന്നിരിക്കുന്നു. നീ അത് ചെയ്യാതെ ഇരിക്കാനാണ് അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാതെ ആമേൻ നീ ചെയ്ത പാവത്തിൽ നിനക്ക് രക്ഷയില്ല ആമേൻ എന്നൊരു തോട്ട്സ് ഒരു ചിന്ത കൊണ്ടുവരുന്നത് അത് പിശാചാണ്. കാരണം അവന് എപ്പോഴും നിന്നെ എങ്ങനെയെങ്കിലും തള്ളിയിടുക, നിന്നെ എങ്കിലും ആരാധനയ്ക്ക്, കാരണം ഈ ഒരു ചിന്ത കയറി വരുമ്പോൾ നമ്മൾ ഡൗൺ ആവും, പ്രാർത്ഥന കുറയും. അയ്യോ ഞാൻ പാപിയാണ്, അപ്പോൾ ഞാൻ ഇനി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല എന്നൊരു ചിന്ത വന്ന് പ്രാർത്ഥനയിൽ നീ വീണു പോകാനാണ് ശത്രു ഈ ഒരു ചിന്ത നിനക്ക് കൊണ്ടുവരുന്നത്. കാരണം വചനം ഇങ്ങനെ പറയുന്നത്, പ്രതിരോധിയായ ശക്തി അല്ലെങ്കിൽ സാത്താൻ നിന്നെ എപ്പോൾ വിഴുങ്ങാമെന്ന് നിന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിന്നിങ്ങനെ ചുറ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ചെറിയൊരു ഹോൾ കിട്ടിയാൽ അയാൾ ഉള്ളിൽ കയറി വരും. അതൊരു ചിന്തയിൽ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ ചിരിയിൽ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ നോട്ടത്തിൽ കൂടെ ആയിരിക്കാം പാവം നമ്മൾ ഉള്ളിൽ കയറി വരുന്നത്. അപ്പം പിശാച് എപ്പോഴും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ ആമേൻ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ചെയ്യുന്ന പാവങ്ങൾ ഓക്കെ നീ അറിയാതെ നോക്കിയോ, ഓക്കെ ദൈവം ഞാൻ നോക്കി, എന്നോട് ക്ഷമിച്ചേക്കപ്പാ, ഈ പാവം എന്നെ പോട്ടെ, ദൈവം എന്നോട് ക്ഷമിച്ചേക്ക് പറ, ആ സെക്കൻഡ് അത് പോയി. ആമേൻ ദൈവം പറഞ്ഞുകൊണ്ട് നീ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ ചെയ്യുന്ന പാവത്തിനെ കുറിച്ചാണ് പറയുന്നത്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാവത്തിന് ക്ഷമിക്കുന്നതല്ല, പക്ഷെ ഒരു കാര്യത്തിൽ മറക്കരുത്, ശിക്ഷയുണ്ട്. ആമേൻ അത് നിൻ്റെ മരണത്തിലോട്ട് കൊണ്ടയക്കില്ല. ആമേൻ മരണത്തിൻ്റെ വക്കിൽ പോയാലും അവിടെ നിന്നെ തിരിച്ചു കൊണ്ടുവരും. ആമേൻ കാരണം നിന്നെ അധികം സ്നേഹിക്കുന്നത് കൊണ്ട് ആമേൻ ബാലശിക്ഷയുണ്ട്. അപ്പൻ ഒരു മകനെ അടിക്കുന്നത് കൊല്ലാൻ വേണ്ടിയല്ല, അവൻ നേരെ ആവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ പാവം ചെയ്തു കഴിഞ്ഞാൽ ദൈവം മറക്കുമല്ലേ? ശരിയാണ്, നീ അറിയാതൊരു പാവം ചെയ്തു കഴിഞ്ഞാൽ ദൈവം മറക്കും. നീ അറിഞ്ഞുകൊണ്ടൊരു പാവം ചെയ്താലും ദൈവം മറക്കും. പക്ഷേ അതിനുള്ള ശിക്ഷ നിൻ്റെ ശരീരത്തിൽ തരും. ആമേൻ എങ്ങനെ അത് പറയാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവം ഉണ്ടെന്നേ. ആമേൻ സ്തോത്രം. കിട്ടിയിട്ടുമുണ്ട്, വാങ്ങിയിട്ടുമുണ്ട്. ആമേൻ നിലത്ത് കിടന്ന് കരഞ്ഞിട്ടുമുണ്ട്. ആമേൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിനാണ് കേട്ടോ, നിലത്ത് കിടന്ന് കരഞ്ഞിട്ടുണ്ട്. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, അറിഞ്ഞുകൊണ്ട് നീ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ നിൻ്റെ ശരീരത്തിലുണ്ട്, അത് നീ അനുഭവിച്ചിട്ടേ പോവുള്ളൂ. ഹല്ലേലൂയ. അത് നീ എവിടെ ഓടി ഒളിച്ചാലും ആമേൻ നീ അത് മലയുടെ മുകളിൽ കയറി ഒളിച്ചാലും പാറക്കുന്നിൽ പോയി ഒളിച്ചാലും സ്തോത്രം, അതിന് നീ അനുഭവിച്ചിട്ടേ പോവുള്ളൂ. കാരണം വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ, മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയാണോ, ദൈവം പേർ ചൊല്ലി വിളിച്ചൊരു വ്യക്തിയാണോ, എന്നാൽ നീ തീർച്ചയായിട്ടും സ്തോത്രം അവൻ്റെ ബാലശിക്ഷയിൽ നിന്ന് നിനക്കൊഴിഞ്ഞു പോവില്ല. അത് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ വചനം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പാവത്തിനെക്കുറിച്ച് ഓർക്കാത്തൊരു ദൈവം. അതിന് മുമ്പ് പറയുന്നുണ്ട്, എൻ്റെ അകൃത്യത്തിനെക്കുറിച്ച് അവൻ കരുണ കാണിക്കും. അപ്പോൾ ഞാൻ അകൃത്യം ചെയ്തു കഴിഞ്ഞാൽ, പാവം ചെയ്തു കഴിഞ്ഞാൽ, വചനം ഇങ്ങനെ പറയുന്നു, പാവത്തിൻ്റെ ശമ്പളം മരണം അത്രേ, പാവം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നാണ് വചനം പറയുന്നത്. എന്നാൽ ദൈവം പറയുന്നുണ്ട്, അകൃത്യം ചെയ്തവനോട് ഞാൻ കരുണ കാണിക്കും. കാരണം അവൻ മരിക്കേണ്ടവനാണ്, പക്ഷേ അവൻ മരിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല, ഞാൻ അവനോട് കരുണ കാണിക്കും. അതുമാത്രമല്ല വചനം ഇങ്ങനെ പറയുന്നുണ്ട്, അവരുടെ പാവങ്ങൾ ഞാൻ ഇനി ഓർക്കുകയില്ല.
ഒരു വല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അത്. ഞാൻ ഓർക്കേയില്ല. ഇങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല, എൻ്റെ ദൈവത്തിനല്ലാതെ. ആമേൻ. എന്നാൽ ഈ അകൃത്യത്തിനെക്കുറിച്ച് അവൻ കരുണയുള്ളവനാകണമെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം. അത് നമുക്ക് ബൈബിൾ എടുക്കാം, സദർശവാക്യം. ബൈബിൾ ഉള്ളവർക്ക് എടുക്കാം. സദർശവാക്യം 28:13 വായിക്കാം. സദർശവാക്യം 28:13. തൻ്റെ ലംഘനങ്ങൾ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അകൃത്യത്തിനെക്കുറിച്ച് കരുണയുള്ളവനായിരിക്കും. സദൃശവാക്യം പറയുന്നു, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനാണ് കരുണ ലഭിക്കും. അരുമ സഹോദര സഹോദരി, ആമേൻ. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, നീ ഇപ്പോൾ ഏത് പാവത്തിലായിരുന്നാലും, ആമേൻ, ഓക്കെ, എന്തു തന്നെയായിരുന്നാലും അത് പുറത്ത് പറയാതിരിക്കാം. ആമേൻ. ചിലപ്പോൾ ലോകം നിന്നെ വിധിക്കുന്ന പാവമായിരിക്കാം, ചിലപ്പോൾ ലോകം ഒരിക്കലും ക്ഷമിക്കാത്ത പാവമായിരിക്കാം. എന്നൊരു വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ, അത് പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ പറ, ഞാൻ തെറ്റ് ചെയ്തു, ഓക്കെ, അറിയാതെ തെറ്റ് ചെയ്തു, ഞാൻ അറിയാതെ അവനോട് അങ്ങനെ പ്രവർത്തിച്ചു, ഞാൻ അറിയാതെ അവനോട് അങ്ങനെ പറഞ്ഞു, ഞാൻ അറിയാതെ അവനോട് അങ്ങനെ ബിഹേവ് ചെയ്തു, കാരണം അവൻ എന്നോട് ചെയ്തത് ഞാൻ തിരിച്ച് ചെയ്തതാണ്. ഒരിക്കലും പാടില്ല. ആമേൻ. നീ മനഃപൂർവ്വം അല്ലാതെയും അറിയാതെയും പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് ഏറ്റുപറയാൻ തയ്യാറാകുമോ? ചിലപ്പോൾ ഇന്ന് 2 ദിവസത്തിന് മുമ്പ് ഒരു സിസ്റ്ററിനോട് സംസാരിച്ചു. എന്നെ വിശ്വാസിയാണെന്ന് കേട്ടപ്പോൾ ഞാൻ ദൈവത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാനസാന്തരത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, വിശ്വാസിയാണ്, എന്നാലും ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചും ഞാൻ കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും പറയാൻ ആഗ്രഹിക്കാറുള്ളത്. പറഞ്ഞ സമയത്ത് സിസ്റ്റർ പറഞ്ഞു, പ്രാർത്ഥിക്കാറുണ്ടോ? ഞാൻ ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയാണ്, ദൈവസ്ഥാനത്ത് നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഒരുപാട് ദൂരം പോയി ബ്രദർ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് തിരിച്ചു വരാൻ പറ്റില്ലേ? ഇല്ല, ഞാൻ തിരിച്ചു വരാൻ പറ്റാത്ത ഒരുപാട് ദൂരത്തിൽ പോയിരുന്നു. താൻ തന്നെ അത് ഫിക്സ് ചെയ്തു, എനിക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു, അമ്മേൻ, എത്ര ദൂരം ചെന്നാലും നിൻ്റെ പാവം, അമ്മേൻ, എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരുവൻ്റെ മുൻപിലാണ് ഞാനും നീ നിൽക്കുന്നത്. അമ്മേൻ, എത്ര ദൂരം ചെന്നാലും, അമ്മേൻ, നീ എത്ര ദൂരം അപ്പനെ വീട് വിട്ട് എത്ര ദൂരം ചെന്ന മകൻ, അമ്മേൻ, അവന് സ്വയംബോധം തോന്നി. അമ്മേൻ, അതാ ഏറ്റുപറച്ചിൽ, അതാ ഇവിടെ പറയുന്ന ഏറ്റുപറച്ചിൽ. അവന് സ്വയംബോധം തോന്നി, അവൻ തിരിച്ചു വന്നപ്പോൾ അവൻ 2 കൈ നീട്ടി അപ്പൻ സ്വീകരിച്ചു. അപ്പൻ അവനെ തള്ളിക്കളഞ്ഞില്ല, അപ്പൻ അവനെ സ്വീകരിച്ചു. താൻ ചെയ്ത പാവത്തിന്, അറിഞ്ഞുകൊണ്ട് ചെയ്ത പാവത്തിന് ശിക്ഷ അപ്പൻ കൊടുത്തില്ല. ആമേൻ, സ്തോത്രം. എന്നാൽ ലോകം അവന് കൊടുത്തു. ആമേൻ, വിശപ്പ് കാരണം അവൻ പന്നിയുടെ ആഹാരം വരെ കഴിക്കുവാൻ പോയി. ആമേൻ, ലോകം അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നൽകി. ആമേൻ, എന്നാൽ അത് ഏറ്റുപറഞ്ഞ്, ആമേൻ, അവൻ ഏറ്റുപറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അവിടെ, പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ അപ്പനോടും പരത്തോടും പാപം ചെയ്തു, എന്ന് വിളിക്കുവാൻ യോഗ്യനല്ല എന്നൊരു ഏറ്റുപറച്ചിൽ. ആമേൻ, എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അത് കേട്ടു. ആമേൻ, ആ ഒരു മാനസാന്തരത്തിൽ താൻ തിരിച്ചു വന്നപ്പോൾ ദൂരെ നിന്ന് അവനെ കണ്ട അപ്പൻ ഓടിയെന്ന വചനം പറയുന്നത്. ആമേൻ, ഇവിടെ പറയുന്നുണ്ട്, തൻ്റെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കും. ആമേൻ, ഇന്നൊരു ഏറ്റുപറച്ച്, ആമേൻ, അതെന്ത് തന്നെ പാവമായിരിക്കാം, രഹസ്യ പാവമായിരിക്കാം, പരസ്യ പാവമായിരിക്കാം, ആരും അറിയാതെ നീ അന്തരംഗത്തിൽ ചെയ്യുന്ന പാവമായിരിക്കാം, അല്ലെങ്കിൽ നീ ഇപ്പോഴും ആ പാവത്തിലായിരിക്കാം. ആമേൻ, ഇന്നത്തെ ഈ വചനം ഈ ദിവസം, ആമേൻ, നിങ്ങൾക്ക് പാവത്തിൽ നിന്ന് തിരിച്ചു വരുന്നൊരു ദിവസമാക്കി മാറ്റിക്കൂടെ? ആമേൻ, അതെന്ത് തന്നെ പാവമായെന്നല്ല ദൈവത്തോട് പറ. ദൈവമേ, നീ എബ്രേലിൽ കൂടെ പറയുന്നുണ്ട്, ആമേൻ, എൻ്റെ പാവത്തിനെക്കുറിച്ച്, എൻ്റെ അകൃത്യത്തിനെക്കുറിച്ച് കരുണയുള്ളവനായിരിക്കും, അതുപോലെ തന്നെ എൻ്റെ പാവങ്ങൾ ഇനി ഓർക്കുകയില്ലെന്ന് പറയുന്നത്. ആമേൻ, എൻ്റെ വചനം കേൾക്കുന്ന ദൈവജനമേ, അവൻ ഓർക്കുകയില്ല. ഇന്ന് ലോകത്ത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങൾ ക്ഷമിക്കും, പക്ഷെ ആരും മറക്കില്ല. കാരണം അങ്ങനെയാണ് ലോകം. കാരണം ഒരുപാട് സംഭവങ്ങൾ നടക്കാറുണ്ടല്ലേ ചില വീടുകളിൽ. ചിലവർ പറയുന്നത് കേട്ടിട്ടില്ലേ, നീ എന്നോട് ചെയ്ത സ്വഭാവത്തിന്, ആമേൻ, ഞാൻ തന്ന ഈ ശിക്ഷ ഒന്നും പോരാ, പക്ഷെ ഞാൻ നിന്നോട് മിണ്ടാതെ നടക്കേണ്ടതാണ്, അല്ലെങ്കിൽ നിനക്ക് മരണശിക്ഷ തന്നെ തരേണ്ടതാണ്, പക്ഷെ നീ ചെയ്ത തെറ്റിനോട് ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നുണ്ട് എന്ന് എല്ലാവരും പറയും. പക്ഷെ ആരും മറക്കില്ല. ചിലർ പറയാറില്ലേ, എന്നോട് ക്ഷമിക്കും, പക്ഷെ അത് മറക്കില്ല കേട്ടോ എന്നൊരു വചനം ഇങ്ങനെ പറയുന്നുണ്ട്. ആമേൻ, അത് ഞാൻ ഓർക്കുകയില്ലെന്ന്. ക്ഷമിച്ചു, നിന്നോട് കരുണയുള്ളവനാ, ഞാൻ ക്ഷമിച്ചു, അതിൻ്റെ കൂടെ ഒരു ഓഫർ തരികയാണ്, ഓർക്കില്ല. ഇന്ന് പാവത്തോടെ ജീവിക്കുന്നവരായവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ പാവത്തിൽ ആമേൻ എണീറ്റ് വരാതെ കിടക്കുകയാണോ? മാനസാന്തരപ്പെട്ട് ഒരു കാലത്ത് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടവർ, വചനത്തിന് എടുത്ത് പറഞ്ഞവർ, സുവിശേഷം പറഞ്ഞവർ, ആരെ കണ്ടാലും സുവിശേഷം പറയണമെന്ന് ആഗ്രഹത്തോടെ നടന്നവർ, ആമേൻ, ദൈവത്തിനെക്കുറിച്ചും ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചും പറഞ്ഞവർ, ഇന്നെനിക്ക് ദൈവം ഒന്നും തരുന്നില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ദൂരം ചെന്ന് കിടക്കുന്നവരോ ആയവരോട് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, ആമേൻ, നീ എത്ര ദൂരം ചെന്നാലും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മറക്കരുത്.
ആമേൻ. എന്ത് തന്നെ പാവമായിരുന്നാലും എന്ത് തന്നെ അകൃത്യങ്ങളായിരുന്നാലും ആമേൻ കഴുകുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് ഞാനും നീ നിൽക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നുണ്ട്. ആമേൻ. പാവത്തിനെ കുറിച്ച് നീ ഓർക്കുകയില്ല. അരുമ സഹോദര സഹോദരി, ഒരു ഏറ്റുപറച്ചിൻ്റെ ദിവസമാകട്ടെ. ഇന്ന് എൻ്റെ വചനം കേൾക്കുമ്പോൾ ഒന്ന് മുട്ടുമേൽ നിന്ന് നിനക്ക് പറയാമോ, അപ്പാ ഞാൻ നിന്നോടും പരത്തോടും പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ. ആമേൻ. ഞാൻ ഇന്നലെ വരെ ചെയ്തത്, ഞാൻ ഈ വചനം കേൾക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ചെയ്തത് എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആമേൻ. പാവത്തിൻ്റെ ശമ്പളം മരണമത്രയെന്ന് വചനം പറയുന്നുണ്ട്. എന്നാൽ ആമേൻ അതേ വചനം ഇങ്ങനെയും പറയുന്നുണ്ട്, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ നീ ഏറ്റുപറ, അപ്പാ ഞാൻ കണ്ണുകൊണ്ട്, വാഗൊണ്ട്, ഹൃദയം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഞാൻ പാപം ചെയ്തു, നിന്നെ വിട്ട് ദൂരം ചെന്നു. എന്നാൽ ഞാൻ ഏറ്റുപറയുന്നുവെന്ന് ഒരു തീരുമാനമെടുക്കാമോ? എന്നാൽ നിങ്ങളോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നു, അതെ, ഈ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നോട് കരുണയുള്ളവനാകാൻ പോകുന്ന ദൈവം പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു ഓഫർ കൂടി തരുന്നുണ്ട്, അത് ഇനി ഞാൻ ഓർക്കുകയില്ല, നിൻ്റെ പാപം ഞാൻ ഓർക്കുകയില്ല. ആമേൻ. നീ ഞാൻ വാക്തത്വ സന്തതികളാണ്, നിനക്കും എനിക്കും നിത്യത ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. ചെറിയ ചെറിയ പാവങ്ങളിൽ വീണ് ആമേൻ നശിച്ചു പോകേണ്ട ജീവിതമല്ല നിൻ്റെയും എൻ്റെത്. ശബ്ദം കേൾക്കുമ്പോൾ നീ ഞാനും പറന്നു ഉയരണമെങ്കിൽ നീ ഞാനും ശുദ്ധിയുള്ളതായിരിക്കണം. ആമേൻ. ഇന്ന് രാത്രികാലം ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കാം. ദൈവമേ, എൻ്റെ പാവങ്ങൾ ഓർക്കില്ല എന്ന് ഞാൻ കേട്ടു, ഞാൻ ചെയ്ത പാവങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, നിൻ്റെ നിത്യയുടെ അവകാശിയാക്കി എന്നെ മാറ്റണമേ എന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ദൈവം ആമേൻ നിന്നെയും എൻ്റെ സ്വർഗത്തിൻ്റെ അവകാശമാക്കി മാറ്റി. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും. ദൈവമേ, അങ്ങനെ കാര്യങ്ങൾക്ക് വചനം തരുന്നപ്പാ, കേട്ടവരെ അനുഗ്രഹിക്കുമപ്പാ. ഈ വചനം അവർക്കും പ്രയോജനമായി മാറുന്നതിന് നന്ദി അപ്പാ. അപ്പോൾ ആ പാവങ്ങൾ ഇനി ഓർക്കുകയില്ലെന്നൊരു വാക്തത്വം നീ ഞങ്ങൾക്ക് തന്നുവല്ലോ അപ്പാ. ഇത് കേട്ടനുസരിച്ച് ആമേൻ ഇതൊരു സന്തോഷ ദിനമായി മാറുവാൻ ഇടവരുത്തട്ടെ. ഇത് കേൾക്കുന്നവർക്കൊരു സന്തോഷ ദിനമായി മാറട്ടെ അപ്പോൾ. ആരെങ്കിലും വിട്ടുതിരിയാത്ത പാവത്തിലിരിക്കുകയാണെങ്കിൽ അപ്പോൾ അവർ വിട്ടുതിരിയുമെന്ന് അപ്പോൾ ഇതിൽ കൂടെ ഏറ്റു പറയുമ്പോൾ അപ്പോൾ അവരുടെ പാവം ക്ഷമിച്ച് ആമേൻ നിത്യയുടെ അവകാശിയാക്കി അങ്ങ് മാറ്റുന്നു. പ്രാർത്ഥനയുടെ സ്വപ്ന പിതാവേ, ആമേൻ.